ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1947 സെപ്റ്റംബർ 27 രൂപം കൊണ്ട CSI സഭ ഇന്നേ ദിവസം 74ാമത് സ്ഥാപക ദിനം കൊണ്ടാടുകയാണ്. അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസൺ ഞായറാഴ്ചയായിട്ടും നാം ഇന്ന് ആഘോഷിക്കുന്നു. ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഭയഭക്തിയോടുകൂടി ദൈവസാന്നിധ്യ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. സഭയുടെ നാഥനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾ ഈ വിശുദ്ധ ദിവസം ദൈവസാന്നിധ്യ ബോധത്തോടെ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധിപ്പാൻ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ആത്മാവിലും സത്യത്തിലും ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ശുദ്ധി പ്രാപിപ്പാനും ദൈവവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖവും പ്രയാസവും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിപ്പാനും തക്കവണ്ണം നാഥ ഇന്നത്തെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഐക്യ സഭയായിട്ട് ഞങ്ങളെ അവിടുന്ന് ഈ ഭൂമുഖത്ത് ആക്കി വച്ചിരിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ ദൈവികമായിട്ടുള്ള ഉത്തരവാദിത്വത്തെ നിറവേറ്റുവാനും നല്ല സാക്ഷികളായി സമൂഹത്തിൽ വർത്തിപ്പാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഫലകരമായിട്ടുള്ള ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവരുടെ ജീവിതത്തിലെ നല്ല മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾക്കും അർത്ഥവത്തായിട്ടുള്ള ജീവിതം നയിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ ആദ്യോടന്തം ദൈവകൃപ ചൊരിയണം. യേശു മശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 344ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ലിറിക് നമ്പർ 344. വന്ദനം ചെയ്യുന്നു നിന്നാടേ
കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമത്തിൽ ഒന്നാമത്തെ ശുശ്രൂഷക്രമം നമുക്ക് ആരാധനയ്ക്കായി ഉപയോഗിക്കാം. പ്രസംഗത്തിനു ശേഷം രണ്ടാമത്തെ ശുശ്രൂഷാക്രമത്തിൻ്റെ ചില ഭാഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിനും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ചുപിടിച്ചും ഇരിക്കും. യേശു പറഞ്ഞു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനു തന്നെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകലയാഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നെ രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാൻ നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. തൃത്വത്തിന് സ്തുതിയിൽ നമുക്ക് പങ്കുചേരാം. ഗായസംഘത്തോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വവും എന്നാരംഭിക്കുന്ന പ്രാർത്ഥന നമുക്ക് ഈ സമയത്ത് പാടാവുന്നതാണ്. ഞങ്ങൾ
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കഴിപ്പാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് മുട്ടുമടക്കി പ്രാർത്ഥിക്കാം. അനുതാപഹൃദയത്തോടെ അല്പനിമിഷങ്ങൾ നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്ത് യഥാർത്ഥമായി മനസ്താപത്തോടുകൂടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തോടും സമസൃഷ്ടങ്ങളോടുമുള്ള ബന്ധത്തിൽ നാം തെറ്റുകാരായി തീർന്നു. ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങളെ നാം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിൽ ഐക്യതയോടുകൂടി നാടുകൾ ദൈവികമായിട്ടുള്ള സാക്ഷ്യത്വ സമൂഹത്തിൽ നമുക്ക് നിറവേറ്റുവാൻ കഴിയാതെ പോയി. നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാനും കരുതുവാനും സ്നേഹിപ്പാനും നമുക്ക് സാധിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വിനയ ഹൃദയത്തോടുകൂടി സമയത്ത് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവരോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവേ. നമുക്കെല്ലാവർക്കും അനുതാപ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തായി നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നതിനും ഞങ്ങളറിഞ്ഞിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ദൈവം ക്ഷമിക്കുവാൻ നിങ്ങൾ നൽകണമേ. നിന്റെ നാമത്തെ മാത്രത്തിനായി ജീവൻ ഒതുക്കത്തിനായി സേവിക്കുവാൻ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്കിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ചു ബലപ്പെടുത്തി നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിനു പിൻപ് 17-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. മുതിർന്നവരുടെ ഫലസമൃദ്ധി. രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും അള്ളി ചെയ്യുന്ന ഉടമ്പടിയുടെ കർത്താവായ ദൈവമേ, നിന്റെ ആലയത്തിൽ ഞങ്ങളെ നട്ട് ക്രിസ്തുവിൻ ഹൃദയങ്ങളെ പുതുക്കി നീതി ധരിപ്പിച്ച് ജീവനിലേക്കുള്ള ഇടുങ്ങിയ മാർഗത്തിൽ നടത്തി സ്തുതിഗീതങ്ങളാൽ ബോധോദയം നൽകി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി നല്ല സഹോദരന്മാരായി സഹോദരിമാരായി അയൽക്കാരായി വാർദ്ധക്യത്തിലും ഫലസമൃദ്ധിയുള്ളവരാകുവാൻ നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കാവുന്നതാണ്. ആദ്യം പഴയ നിയമവേദഭാഗം 1-ാം പാഠം, ഫസ്റ്റ് ലെസൺ. വയോജന ഞായറാഴ്ച, സീനിയർ സിറ്റിസൺ ഡേ ഞായറാഴ്ച ആചരിക്കുന്ന ഇന്ന് കാലത്ത് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 8 വരെ വചനം ശ്രദ്ധിപ്പീൻ. ഉൽപ്പത്തി 17:1 മുതൽ 8 വരെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. എനിക്ക് നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തു എന്തെന്നാൽ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രഹാം എന്ന് വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിൻ്റെ പേര് അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഇങ്ങനെ പാഠം ഇവിടെ അവസാനിക്കുന്നു.
നമുക്കെല്ലാവർക്കും ഈ സമയത്ത് ഇന്നത്തേക്കായിട്ടുള്ള സങ്കീർത്തനത്തിൽ പങ്കുചേരാം. 92-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി വായിക്കാവുന്നതാണ്. വയോജന ഞായർ ആരാധനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 92. 92-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോടെ പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതിയോടെ പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, കുതിരയെന്ന എന്നെ തേപ്പിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ടും എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മങ്ങളെക്കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പഴച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതെന്ന് തന്നെ. രണ്ടാം പാഠഭാഗം ഈ സമയത്ത് വായിച്ച് കേൾക്കാം. സെക്കൻഡ് ലെസൺ. വയോജന ഞായറായിരിക്കുന്ന ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനം 8-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കുകയത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനെ ആയിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസനു മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായമായി ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കാണിച്ചു കൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ എന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നല്ലല്ലോ. അതേ സഹോദര,
നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. നിൻ്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലുമധികം നീ ചെയ്യും എന്ന് അറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പീൻ. The Gospel according to Saint Matthew, chapter 7, verses 13 through 20. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 20 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം. ഇടുക്കുവാതിലൂടെ അകത്തു കടക്കുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിലിടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുരുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങൾ 207-ാമത്തെ കീർത്തനം ഈ സമയത്ത് നമുക്ക് ചേർന്ന് പാടാം. ഈ പാട്ടിന് ശേഷം സ്നേഹവും ബഹുമാനവുമുള്ള ഇബ്രഹാം കുരുവിളയച്ചൻ ദൈവവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കുന്നതാണ്. കീർത്തനം 207. Sabır ki gari sana
നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവയും, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനങ്ങളും അവിടുത്തേക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ ബി പാർട്ട്. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടുന്നതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടുന്നതിന് തന്നെ. ഇന്നത്തേക്കുള്ള അപേക്ഷ, പെന്തക്കോസ്തിന് പിൻപ് 17-ാം ഞായർ സീനിയർ സിറ്റിസൺ സൺഡേ ആണ്. അതുപോലെ തന്നെ ഇന്ന് ദക്ഷിണേന്ത്യ സഭ രൂപീകരണ ദിനം കൂടെയാണ്, CSI ഡേ ആണ്. ആദ്യം അതിൻ്റെ അപേക്ഷ ഒന്ന് വായിക്കാം. സാക്ഷ്യത്തിലുള്ള ഐക്യം അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ ഐക്യം. സർവശക്തനായ ദൈവമേ, അങ്ങയിൽ എല്ലാവരും ഒന്നായി തീരണമെന്ന് അവിടുന്ന് ദിവ്യപുത്രൻ പ്രാർത്ഥിച്ചുവല്ലോ. ദക്ഷിണേന്ത്യയിലെ സഭകളുടെ ഐക്യം ആഘോഷിക്കുന്ന ഞങ്ങളെല്ലാവരും ഏകഹൃദയവും മനസ്സുമുള്ളവരായി അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തിരുസ്നേഹത്തിന് സാക്ഷികളായി തീരുമാറാക്കണമേ. ഏകദൈവമായ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് ദി എൽഡർലി. മുതിർന്നവരുടെ ഫലസമൃദ്ധി അല്ലെങ്കിൽ മുതിർന്നവരുടെ ഫലസമ്പൂർണത. ഉടമ്പടിയുടെ ദൈവമേ, പ്രഭാതത്തിൽ അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തെയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയും പ്രഖ്യാപിച്ചിട്ടുള്ളവനെ, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ഞങ്ങളെ നടുകയും ക്രിസ്തുവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുകയും നീതിയാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവങ്കലേക്ക് നയിക്കുന്ന വഴി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്തുതിയുടെ ഉല്ലാസഘോഷങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ പന പോലെ തഴച്ച് വരികയും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അയൽക്കാർക്കും പ്രയോജനമുള്ളവരായി തീർന്ന് വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമല്ലോ. ഏകദൈവമായി അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആദ്യമായി ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ 2020 സെപ്റ്റംബർ മാസം 27-ാം തീയതി നമ്മുടെ CSI ഡേ ആണ്. അതുപോലെ തന്നെ ഇന്ന് സീനിയർ സിറ്റിസൺ സൺഡേ കൂടെ ആണ്. ഏതാനും നിമിഷങ്ങൾ CSI ഡേയുടെ ഇന്നത്തെ ചിന്താവിഷയത്തെ ആസ്പദമാക്കി ചെറിയ 2-3 പോയിന്റുകൾ മാത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭയുടെ ഐക്യം സാക്ഷ്യജീവിതത്തിന് അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ ഐക്യം, യൂണിറ്റി ഇൻ വിറ്റ്നസിങ്, അതാണ് യോഹന്നാൻ 17:23 ബി പാർട്ടിലുള്ള വാക്യം ആപ്തവാക്യമായി പ്രാരംഭമായി വായിച്ചത്. അതിൽ ഒന്നാമത് കാണുവാൻ കഴിയുന്നത്
ഏകനായവനിലേക്ക് ഐക്യത്തിൽ പറന്ന് ഉയരുന്നതാണ് ക്രിസ്തീയ ധർമ്മം. ഏകനായവനിലേക്ക് ഐക്യത്തിൽ പറന്ന് ഉയരുന്നതാണ് ക്രിസ്തീയ ധർമ്മം. യേശു ക്രിസ്തുവിൻ്റെ ആത്മഭാവവും ആന്തരിക ആവേശവും ഏകതയാണ്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടുന്നതിന് തന്നെ. 17 യോഹന്നാൻ 17:21b. ഈ പ്രാർത്ഥനയിൽ ഐക്യത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ സവിശേഷതകൾ നമ്മൾക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി, തൃത്വത്തിലുള്ള തികഞ്ഞ ഐക്യത സാക്ഷ്യ ജീവിതത്തിൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സഭയുടെ ആ പ്രാർത്ഥനയിലെ മുഖ്യ ആഹ്വാനം ഐക്യതയാണ്. മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രിസ്തു ഐക്യതയ്ക്ക് വേണ്ടി ആണ് പ്രാർത്ഥിച്ചത്. ഈ ഐക്യത ഈ ലോകത്തിൽ സഭയുടെ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ഐക്യത ക്രിസ്തുവിൻ്റെ താഴ്മയുടെയും ശുശ്രൂഷയുടെയും പ്രതീകമാണ്. അതുകൊണ്ട് ഈ ഐക്യത നമ്മിലുള്ള ദൈവീകതയുടെ അടയാളമാണ്. നമ്മുടെ നിരന്തരമുള്ള പ്രാർത്ഥന, ദൈവമേ, ഐക്യത്തിൽ തികഞ്ഞവരായി ലോകത്തിൽ തൃത്വ ദൈവത്തിൽ വിളങ്ങിയ ഐക്യം വ്യക്തമാക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ളതായിരിക്കട്ടെ നമ്മളുടെ പ്രാർത്ഥന. ഇന്ന് മുതിർന്നവരുടെ ഞായറാണ്. ഫ്രൂട്ട്ഫുൾനെസ് ഓഫ് ദി എൽഡർലി. മുതിർന്നവരുടെ ഫലസമൃദ്ധി അല്ലെങ്കിൽ മുതിർന്നവരുടെ ഫല സമ്പൂർണത എന്നുള്ളതാണ് വിഷയം. ഒന്നാം പാഠം ഉൽപ്പത്തി 17:1-8 വരെയും ഇന്നത്തെ സങ്കീർത്തനം 92-ാം സങ്കീർത്തനവും ഫിലമോൻ്റെ ലേഖനം 8-22 വരെയുള്ള വാക്യങ്ങളും ഇന്നത്തെ സുവിശേഷം മത്തായി 7:13-20 വരെയുള്ള വാക്യങ്ങളാണ്. മുതിർന്നവർ, കാലഹരണപ്പെട്ടവർ എന്ന് ചിന്തിച്ച് സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിന്ന് അവരെ ഒഴിവാക്കുവാനായിട്ടുള്ള ശ്രമം ഏറെ പ്രകടമായിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. ഒരളവിൽ ഇത് ശരിയുമാണ്. എന്നാൽ മുതിർന്നവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് വാദിക്കുന്നവർ ഉണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും കരുതുകയും ചെയ്യുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മെ പ്രബോധിപ്പിക്കുന്നു. മുതിർന്ന പൗരന്മാരെ കരുതുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ യുവ തലമുറയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആണ്. വേദപുസ്തകത്തിലും മുതിർന്നവരുടെ ഫലസമ്പൂർണമായ ജീവിതത്തെക്കുറിച്ച് പരാമർശങ്ങൾ ധാരാളം കാണാം. ഈ ഫിലമോൻ്റെ ലേഖനത്തിൽ 9-ാം വാക്യത്തിൽ വയസ്സനായ പൗലോസ് ഫിലമോനോട് പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീനിയർ സിറ്റിസൺ സൺഡേയിൽ നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 20:12. ഓണർ യുവർ ഫാദർ ആൻഡ് മദർ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ദിസ് സെലിബ്രേഷൻ ഡിമാൻഡ്സ് us to care and love the elderly people. ഈ ആഘോഷം നമ്മുടെ പ്രായമുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനായിട്ടും ഉള്ളത് ആണ്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ആവശ്യപ്പെടുന്നത് അവരെ അംഗീകരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും
കഴിയണം. നമ്മുടെ സമൂഹം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ മുതിർന്നവരുടെ ഉത്തരവാദിത്വം, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവ സമ്പത്തുകൾ, അവരുടെ ജ്ഞാനം യുവതലമുറയ്ക്ക് പങ്കിട്ടു കൊടുക്കണം. മുതിർന്നവരെക്കുറിച്ചുള്ള സാമൂഹികവും ശാരീരികവും ധാർമ്മികവുമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും ജെറന്റോളജി വിഭാഗം ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ ജെറന്റോളജി എന്ന് പറയുന്നത്, ജെറന്റോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ പ്രോസസ് ഓഫ് ഏജിങ്. Though the age of a person is measured chronologically, gerontologists acknowledge that some people are old at 50 years and others young at 80 years. അതായത് ഈ പ്രായമുള്ളവരുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും പഠിക്കുന്ന വിഭാഗം പറയുന്നത്, ചില ആളുകൾ 50 വയസ്സാകുമ്പോഴേ അവർ പ്രായമായവർ ആകുകയാണ്. എന്നാൽ ചില ആളുകൾ 80 വയസ്സായാലും അവർ യൗവനം തുളുമ്പുന്ന ആളുകളാണ്. എപ്പോഴും ഉത്സാഹവും തീഷ്ണതയും അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് യഥാർത്ഥമായിട്ടുള്ള പോസിറ്റീവ് എനർജി കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൽ കഴിയും. ഒരു പ്രായം ചെന്നിരിക്കുന്ന ഡോക്ടർ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ജീവിതം ആരംഭിക്കുന്നത് 60-ാമത്തെ വയസ്സിൽ ആണ്. അതായത് അവർ മുതിർന്നവർ ആയിത്തീരുമ്പോഴാണ്. There are 4 fundamental concepts of aging. ഈ ജെറന്റോളജി വിഭാഗം പറഞ്ഞിരിക്കുന്നത് ആണ്. They are the biological age, അതായത് ജീവശാസ്ത്രപരമായ പ്രായം, which is judged by the condition of one's life limiting organ system. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ളത്. രണ്ടാമതായിട്ട് സൈക്കോളജിക്കൽ ഏജ്, മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രായം, അവരുടെ പഠിക്കുവാനുള്ള താല്പര്യം, അതുപോലെ തന്നെ ഇൻ്റലിജൻസ്, അതുപോലെ അവരുടെ മോട്ടിവേഷൻ. മൂന്നാമതായിട്ട് ഫങ്ഷണൽ ഏജ്, ഔദ്യോഗികമായ പ്രായം, റിഫ്ലക്റ്റിംഗ് ദ ഇൻഡിവിജ്വൽസ് പ്രാക്ടിക്കൽ കപ്പാസിറ്റീസ് ഫോർ കോപ്പിംഗ്. നാലാമതായിട്ട് സോഷ്യൽ ഏജ്, സാമുദായികമായിട്ടുള്ള അല്ലെങ്കിൽ സാമാജികമായിട്ടുള്ള പ്രായം, ഡിമാൻഡഡ് ബൈ ഹൗ മച്ച് ആൻഡ് ഹൗ വെൽ one prefers within the social community. നമ്മുടെ സമുദായത്തിൽ സാമൂഹികമായിട്ട് അവരുടെ ഇടപാടുകൾ, അവരുടെ കഴിവുകൾ, അതിനെക്കുറിച്ചുള്ളത്. ഈ സീനിയർ സിറ്റിസൺ സൺഡേയിൽ പ്രായമുള്ളവരുടെ യഥാർത്ഥത്തിൽ ഉള്ള ഉത്തരവാദിത്വം ഈ സമൂഹത്തെ സേവിക്കുക എന്നുള്ളത് ആണ്. ജീവിതത്തിന് എന്തർത്ഥം? ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു, ഇത്തരം മനോഭാവത്തിലാണ് ധാരാളം ആളുകൾ ഈ സമൂഹത്തിൽ കാണപ്പെടുന്നത്. ഈ മനോഭാവം പലരുടെയും ജീവിതത്തിൽ തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
നമുക്ക് ദൈവം ദാനമായി തന്ന ജീവിതത്തിൻ്റെ നീളം കൂട്ടുവാനായിട്ട് ഒരിക്കലും പറ്റില്ല. നമ്മെ അതിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുവാനായിട്ട് പക്ഷേ നമ്മൾക്ക് കഴിയും. അതാണ് ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഫലദായകമായ വാർദ്ധക്യം എന്ന വിഷയത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് ആരംഭിക്കുന്നത്. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇന്നത്തെ സുവിശേഷ വേദഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാം. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ച് അറിയും. പ്രായമാകുന്നത് ഒരു മകനീയ കാലഘട്ടമാണ്. ഇതാ ഞാൻ എന്നെ ഉപയോഗിക്കൂ എന്ന് ഓരോ വയോധികനും ഉറക്കെ പറയുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അവിടെയാണ് ഒരു നവവാർദ്ധക്യം സംജാതമാകുന്നത്. പ്രായമാകുന്നവർ കുടുംബത്തിലെ പവർ ആണ്. ഇവരുടെ അറിവും പരിചയവും പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ സ്വത്താണ്. കുടുംബത്തിന് വേണ്ടി അനവരതം പ്രാർത്ഥിക്കുവാൻ ഓരോ വയോധികനും സാധിക്കും. കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആ സംരക്ഷണ ഭിത്തി സൃഷ്ടിക്കുന്നവരാണ് അവർ. ദ പ്രയർ ഗിവ്സ് മീനിങ് ഓഫ് ലൈഫ് ടു ദ ഏജ്. മുതിർന്നവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. 71-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ കാണാം. വാർദ്ധക്യം പരാതികളും പരാധീനതകളും നിറഞ്ഞ ലോകത്തിൽ നല്ല പ്രായമാകുന്ന സമയമാണ്. മകനെപ്പറ്റി മരുമകളെപ്പറ്റിയും അതുപോലെ മരുമകനെപ്പറ്റിയും കുറ്റം പറഞ്ഞ് അവരോടുള്ള വാശി തീർക്കലല്ല, പകരം നന്മ മാത്രം ചിന്തിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൂക്കളെ വിരിയിക്കുവാനായിട്ടുള്ള സമയമാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യം. ഒഴിവാക്കാൻ പറ്റാത്തതാണ് വാർദ്ധക്യം. പക്ഷേ ആത്മീയമായി ശക്തി പ്രാപിക്കാവുന്ന സമയമാണ് വാർദ്ധക്യം. സ്വാർത്ഥത, പണത്തോടുള്ള ആർത്തി, സ്വയപരിത്യാപം, വാശി, വൈരാഗ്യം ഇവയെല്ലാം ആത്മീയമായി വളരുന്നതോടെ അപ്രത്യക്ഷമാകും. സന്തോഷം, സമാധാനം, പ്രത്യാശ ഇവ ശക്തമാകും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. 92-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ അത് നമ്മൾക്ക് കാണാം. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന, മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുവാനായിട്ട് കഴിയും. അവരുടെ മുഖത്ത് എപ്പോഴും പ്രസന്നതയും പുഞ്ചിരിയും കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, എന്തു സന്തോഷം എന്തോരാനന്ദം എൻ്റെ പ്രിയൻ കൂടെ വാഴുവാം, എൻ്റെ ദുഃഖങ്ങൾ അന്നു മാറിടും, എൻ്റെ കഷ്ടങ്ങൾ അന്നു തീർന്നിടും. എന്തു സന്തോഷം എന്തോരാനന്ദം എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. ഒന്നാമതായിട്ട് വാർദ്ധക്യം ദൈവവേലയിൽ മാതൃകയോടെ, അത് ഓൾഡ് ഏജ് മോഡൽസ് ഇൻ മിഷൻ. വാർദ്ധക്യം ദൈവവേലയിൽ മാതൃകയോടെ. ഫിലമോൻ എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് വാർദ്ധക്യ കാലത്തിൽ തടവിലാണെന്നും അവിടെ ഒനേസിമോസ് എന്ന തടവുകാരനെ നേടിയതിനെയും വിവരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വാർദ്ധക്യം വിശ്രമിക്കുവാനല്ല, ഊർജ്ജസ്വലതയോടെ കഠിനാധ്വാനം ചെയ്യുവാനായിട്ടുള്ള കാലമാണ്. പ്രായമായവരോട് ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൻ്റെ അവസാന രേഖയിലാണെന്ന് കരുതരുത്. മാനവികതയിലും ആത്മീയതയിലും മനുഷ്യാസ്തിത്വത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതെ, പ്രായമായവർക്കറിയുവാനും അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും പ്രോത്സാഹിപ്പാനും സ്നേഹിപ്പാനും ധാരാളം സംഗതികൾ ചുറ്റുപാടുമുണ്ട്. അതാണ് അവരുടെ അവസരങ്ങൾ. പ്രായമാകുന്നവർ
അവരുടെ കഴിവുകൾ മുഴുവനായി ഉപയോഗിക്കണം. ഗ്രാൻഡ്മ മോസസ് എന്ന കലാകാരി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് അവരുടെ 70-ാമത്തെ വയസ്സിലാണ്. 2004 അവരുടെ ഒരു ചിത്രത്തിൻ്റെ വില $60,000 ആയിരുന്നു. 101 വയസ്സ് വരെ അവർ ഏതാണ്ട് 1600 ചിത്രങ്ങൾ വരച്ചു. ബൈബിളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ മോശെ ഇസ്രായേൽ ജനത്തെ നയിപ്പാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് 80-ാം വയസ്സിലാണ്. വാർദ്ധക്യം ധാരാളം സാധ്യതകളുടെ സമയമാണ്. അത് നഷ്ടപ്പെടുത്തരുത്. ക്രിസ്തുവിൻ്റെ ഭാവം ഉള്ളിലാക്കാനാണ് ഉള്ള ആർജവം വാർദ്ധക്യത്തിൽ സംജാതമാകണം. അത് ഒരിക്കലും നഷ്ടമാക്കരുത്. അതുകൊണ്ട് വാർദ്ധക്യം ദൈവവേലയിൽ മാതൃകയോടെ ഓൾഡ് ഏജ് മോഡൽസ് ഇൻ മിഷൻ. രണ്ടാമത്, വാർദ്ധക്യം ദൈവീക പദ്ധതികളുടെ നിവർത്തീകരണ സമയമാണ്. ഓൾഡ് ഏജ് മൊമെൻറ്റ്സ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഇൻ ഗോഡ്സ് പ്ലാൻ. ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് അബ്രഹാമിൻ്റെ ജീവിതം പഠിപ്പിക്കുകയാണ്. ഇന്ന് 1-ാം പാഠഭാഗത്ത് ഉൽപ്പത്തി പുസ്തകം നാം വായിച്ചുവല്ലോ. 17-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് പ്രാരംഭ വാക്യത്തിൽ തന്നെ കാണാം. 99-ാം വയസ്സിൽ ദൈവ പ്രത്യക്ഷത അനുഭവിക്കുവാനായിട്ട് അബ്രഹാമിന് സാധിച്ചു. വാർദ്ധക്യം ദൈവിക സാന്നിധ്യങ്ങളുടെ പൂർത്തീകരണ സമയമായിട്ട് അനുഭവിക്കുകയാണ്. അന്ന് മുതൽ ബഹുജാതികളുടെ പിതാവായി മാറി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ നാം അത് വായിച്ചുവല്ലോ. വൃദ്ധ സമൂഹം പലർക്കും ബാധ്യതയാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രായമായവരോടുള്ള നമ്മുടെ സമീപനം തീർച്ചയായും മാറിയേ തീരൂ. വാർദ്ധക്യത്തിൻ്റെ മനഃശാസ്ത്ര വശങ്ങൾ നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം. വാർദ്ധക്യത്തിൻ്റെ സാധ്യതകൾ, ആ സാധ്യത അതിൻ്റെ വൈകല്യങ്ങളെക്കാളും തീർച്ചയായും ശക്തമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ രോഗമായിരുന്നു വാർദ്ധക്യം. 21-ാം നൂറ്റാണ്ടിൻ്റെ പകർച്ചവ്യാധിയാണ് എന്ന് പ്രസിദ്ധ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ റോബർട്ട് ബട്ട്ലർ പറഞ്ഞു. വാർദ്ധക്യം പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ഏറ്റവും നല്ല സമയമായിരിക്കണം. 1999 ഐക്യരാഷ്ട്ര സംഘടന മുതിർന്നവരുടെ അന്തർദേശീയ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. 2011 സെൻസസ് അനുസരിച്ച് 79 ദശലക്ഷം മുതിർന്ന പൗരന്മാർ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. അതിൽ 32 ദശലക്ഷം പേര് 70 വയസ്സിലധികമുള്ളവരും 10 ദശലക്ഷത്തിലേറെ 80 വയസ്സിലധികമുള്ളവരുമാണ്. അതായത് ഓരോ 11 ഇന്ത്യക്കാരിലും ഒരാൾ മുതിർന്ന പൗരനാണ്. ഇവർ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലാണ്. ഏതാണ്ട് 10.8%. അതായത് ഓരോ 10 മലയാളിയിലും ഒരാൾ മുതിർന്ന പൗരനാണ്. 33.1% മുതിർന്ന പൗരന്മാർ ഇന്ത്യയിൽ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്നു. 2 മുതിർന്ന പൗരന്മാരിൽ ഒരാൾ ഏതെങ്കിലും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരും ക്രോണിക് ഡിസീസ് ദീർഘകാലമായി മരുന്ന് ഉപയോഗിക്കുന്നവരുമാണ്. 2030 ആകുമ്പോൾ 1/3 ജനസംഖ്യ മുതിർന്ന പൗരന്മാരായി തീരും എന്നാണ് ഇവരെ കണക്കാക്കിയിരിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം മരണനിരക്കിൻ്റെ കുറവ് തന്നെയാണ്. വാർദ്ധക്യം തീർച്ചയായും ജീവിതത്തിൻ്റെ ഭാഗമാണ്. വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ എപ്പോൾ തുടങ്ങുമെന്ന് വാർദ്ധക്യത്തെപ്പറ്റി പഠിക്കുന്ന ഒരു ഡോക്ടറോട് ഒരാൾ ചോദിച്ചു. ആ ഡോക്ടറിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. അമ്മ ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്ന നിമിഷം തൊട്ട് ആ കുട്ടി വാർദ്ധക്യത്തിലേക്ക് പോകാൻ തുടങ്ങും എന്നായിരുന്നു മറുപടി. വാർദ്ധക്യത്തെ ഭയപ്പെടേണ്ട.
അതിനോട് യുദ്ധം ചെയ്യേണ്ട, അതിനെ സ്വീകരിക്കുക, ഉപയോഗിക്കുക. വാർദ്ധക്യത്തോടുള്ള ഏറ്റവും നല്ല മനഃശാസ്ത്ര സമീപനമാണ് ഇത്. ഈ വാർദ്ധക്യത്തോടുള്ള നമ്മുടെ സമീപനമാണ്. അതിൻ്റെ അർത്ഥവ്യാപ്തിയും വാർദ്ധക്യത്തെപ്പറ്റി നമുക്ക് വലിയ ദർശനങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകണം. അടുത്ത തലമുറയ്ക്കായി എന്ത് നൽകുവാനായിട്ട് ആകും? അങ്ങനെ കർമ്മനിരതരാകുന്ന, മറ്റുള്ളവരെ അതിലേക്ക് പ്രചോദിപ്പിക്കുന്ന ആവേശമാണ് വാർദ്ധക്യത്തെ ചലനാത്മകം ആക്കുന്നത്. വിശ്വാസ വീരനായ ജോർജ് മുള്ളർ 90-ാം വയസ്സിലും കർമ്മനിരതനായിരുന്നു. അനേകരെ പ്രാർത്ഥനയിൽ കൂടെ രക്ഷപ്പെടുത്തി. വാർദ്ധക്യ സഹജമായ അവശതകൾക്കതീതമായി മുന്നേറിയവർ ചരിത്രത്തിൽ അവർ നിരവധിയായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. 80-ാം വയസ്സിലാണ് മഹാകവി ഗെയ്തെ തൻ്റെ മാസ്റ്റർ പീസായ ഫോസ്റ്റ് എഴുതിയത്. സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയ ഗോപുരം മൈക്കലേഞ്ചലോ നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു. വാർദ്ധക്യം ഒരിക്കലും ഒന്നിനും വിലങ്ങുതടിയല്ല എന്ന് ചരിത്രത്തിലെ 1000 വ്യക്തികൾ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വാർദ്ധക്യത്തിൻ്റെ അനന്ത സാധ്യതകളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാർദ്ധക്യം നിങ്ങളെ കീഴടക്കും. മൂന്നാമതായിട്ടും അവസാനമായിട്ടും, വാർദ്ധക്യം ബാധ്യതയല്ല, അനുഗ്രഹമാണ്. ഓൾഡ് ഏജ് ബ്ലെസ്സിങ്, നോട്ട് എ ലയബിലിറ്റി. വാർദ്ധക്യം ബാധ്യതയല്ല, അനുഗ്രഹമാണ്. ഞാൻ വയസ്സനായി, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ആ മാനസിക അവസ്ഥ വാർദ്ധക്യത്തെ തീർച്ചയായും ദുഃഖപൂർണമാക്കും. മനഃശാസ്ത്രപരമായിട്ട് ഇത് അപകർഷതാബോധമാണ്. വർഷങ്ങൾ മുഖത്തിന് ചുളിവുണ്ടാക്കും, പക്ഷേ ഉത്സാഹം കൈവടിയുന്നത് ആത്മാവിനും മനസ്സിനും ചുളിവുണ്ടാക്കും. അതിനാൽ വാർദ്ധക്യത്തിലും ഫലദായകം ആകുക എന്നത് ഒരു മനോഭാവമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ലിൻഡൻ ജോൺസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: വയോജനങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമാണ്. അവരുടെ അനുഭവ സമ്പത്തും കഴിവും പ്രയോജനപ്പെടുത്തിയാൽ നമുക്കത് വലിയ അനുഗ്രഹമായി. പ്രായമായവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിപ്പാൻ കഴിയും. കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, അടുത്തുള്ളവർക്ക് വേണ്ടി, സ്നേഹിതരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നാം ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്ന വീരന്മാരായിട്ട് തീരാം. ഇങ്ങനെയുള്ളവർ ഒരു കുടുംബത്തിലും അധികപ്പറ്റാവുകയില്ല. അവർ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം വീട്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. വൃദ്ധസമൂഹം പലർക്കും ബാധ്യതയാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രായമായവരോടുള്ള സമീപനം മാറിയേ തീരും. പ്രായമായവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കിയാൽ അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. ഏതാനും മാസങ്ങൾക്ക് മുൻപ്, അതായത് ഏതാണ്ട് 6-7 മാസങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു ആരോഗ്യ മാസികയിൽ വായിപ്പാനായിട്ട് കഴിഞ്ഞ ഒരു അനുഭവ കഥ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതിൻ്റെ ഹെഡിങ് പരമേശ്വരൻ പിള്ള ഹാപ്പിയാണ് എന്നുള്ളതാണ്. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ സുനിൽ മൂത്തേടത്താണ്. അദ്ദേഹം പ്രൊഫസറാണ്. കോളേജ് ഓഫ് നേഴ്സിംഗ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസറായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം പതിവ് പോലെ നേഴ്സിംഗ് റൗണ്ടിനായിട്ട് വാർഡിൽ, പ്രൈവറ്റ് റൂമുകളിൽ ഡ്യൂട്ടിയിലുള്ള ആ നേഴ്സിംഗ് വിദ്യാർത്ഥിനിക്കൊപ്പം പോയപ്പോഴാണ് ഈ കഥയിലെ നായകനെയും മറ്റ് കഥാപാത്രങ്ങളെയും അദ്ദേഹം കണ്ടുമുട്ടിയത്. അദ്ദേഹം ആ ദിവസം ഒരു പ്രൈവറ്റ് റൂമിൽ വിസിറ്റിന് ഈ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയോടൊപ്പം ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച വളരെ ക്ഷീണിതനായി, പ്രായം ചെന്ന, കവിളുകളൊക്കെ ഒട്ടി പ്രായം ചെന്ന ഒരു വ്യക്തിയെയാണ്.
അദ്ദേഹത്തിൻ്റെ പേരാണ് പരമേശ്വരൻ പിള്ള. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡ്രിപ്പ് ഇട്ടതിൻ്റെ ആ സൂചിയുണ്ട്. അതുപോലെ പല പരിശോധനയ്ക്കായിട്ട് ബ്ലഡ് എടുത്തതിൻ്റെ അത് ഒട്ടിച്ചു വച്ചേക്കുന്ന പ്ലാസ്റ്റർ കാണുവാനായിട്ട് കഴിയും. ഒരു ബെഡിൻ്റെ അടുക്കൽ ഒരു ചെയറിൽ അദ്ദേഹം ഇരിക്കുകയാണ്. എങ്കിലും ക്ഷീണമുണ്ടെങ്കിലും മുഖത്ത് വളരെ പ്രസന്നതയും ഉത്സാഹവും ഈ പ്രൊഫസർക്ക് കാണുവാൻ കഴിഞ്ഞു. കൂടാതെ വളരെ സന്തോഷത്തോടുകൂടെ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഭാര്യയെ കണ്ടു. കൂടാതെ മകളെ കാണുവാനായിട്ടിടയായി, ചെറുമകനെ കാണുവാനായിട്ടിടയായി. ഇവരെല്ലാം ഈ പ്രിയപ്പെട്ട പിതാവിനെ ശുശ്രൂഷിക്കുന്നതിൽ വളരെ സന്തോഷത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർ ആണ്. അപ്പോൾ ഈ ഭാര്യ പറയുകയാണ്, അദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്നും ഉയർന്ന തസ്തികയിൽ റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വർഷങ്ങളെല്ലാം ഈ കുടുംബത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിക്കുകയും ഇവർക്ക് വേണ്ടതായുള്ള ഉത്തേജനവും പ്രോത്സാഹനവും സന്തോഷവും പകർത്ത് കൊടുക്കുകയും ചെയ്തു. എല്ലാ മാസവും കുടുംബമായിട്ട് അദ്ദേഹവും ഭാര്യയും 2 പെൺമക്കളും കൂടെ ചേർന്ന് ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് അവർ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ ആ കുടുംബം കഴിഞ്ഞു. അതുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ച് ആർക്കും ഒരു പരാതിയും പറയുവാനായിട്ടില്ല. എല്ലായ്പ്പോഴും സന്തോഷം നിറഞ്ഞതായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പരമേശ്വരൻ പിള്ള എന്നുള്ളത് ഓർക്കുക. പ്രിയമുള്ളവരെ, പല പ്രായമുള്ളവരെയും നാം കാണുമ്പോൾ പലപ്പോഴും പരാതികളും പരാധീനതകളും പങ്കിടുന്നത് കാണുവാൻ കഴിയും. തീർച്ചയായും അവരുടെ ആ മനോഭാവം അത് മാറേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അവർ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ ആ പോസിറ്റീവ് എനർജി അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടിടയാകും. ആ ക്രിയാത്മകമായിട്ടുള്ള ശക്തി ലഭിക്കുമ്പോൾ മറ്റുള്ളവരും സന്തോഷിപ്പാനായിട്ട് കഴിയും. നമ്മുടെ ഇടവകയിലും ഏതാനും കുടുംബങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ നോക്കിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ പരമേശ്വരൻ പിള്ള പാങ്ക്രിയാസിന് ക്യാൻസറായിട്ടാണ് ആ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷിപ്പാനായിട്ട് ആ ഇളയ മകൻ, +2 പഠിക്കുന്ന മകൻ, ക്ലാസ്സിൽ നിന്നും അവൻ ലീവ് എടുത്തിട്ടാണ് ഈ അപ്പച്ചനെ ശുശ്രൂഷിപ്പാനായി ഹോസ്പിറ്റലിൽ വന്നത് എന്നുള്ളത് നാം ഓർക്കുക. അതുകൊണ്ട് വൃദ്ധസമൂഹം പലർക്കും ബാധ്യതയാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രായമായവരോടുള്ള സമീപനം നമ്മുടെ ജീവിതത്തിൽ മാറിയേ തീരുകയുള്ളൂ. ഈ പെരുമാറ്റത്തിൽ ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിക്കും. വ്യക്തിയുടെ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, വെല്ലുവിളികളുണ്ട്. 80 വയസ്സുള്ള ഒരാളെ ശുശ്രൂഷിക്കുവാനും 8 മാസം പ്രായമായ കുട്ടിയെ ശുശ്രൂഷിക്കുവാനുമുള്ള വൈഷമ്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലെ വിമുഖതയ്ക്ക് കാരണം സ്വാർത്ഥത മാത്രമാണ്. കൊച്ചുകുട്ടിയെ വളർത്തുമ്പോൾ അതിൻ്റെ വളർച്ച ഒരു നേട്ടമായി കണക്കാക്കുന്നു. വൃദ്ധരെ ശുശ്രൂഷിച്ചാൽ നേട്ടമല്ല, മരണമാണ് ഉത്തരം. നേട്ടങ്ങൾക്ക് അപ്പുറത്ത് വൃദ്ധരെ ശുശ്രൂഷിക്കുമ്പോൾ മാനസികമായും ആത്മീയമായും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ബാല്യം യൗവനം മായത്രേ എന്ന വാക്യം ഓർക്കുന്നത് ഈ തരുണത്തിൽ വളരെ നല്ലതാണ്. അത് യാഥാർത്ഥ്യമാണ്. സകലരും ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കും, വാർദ്ധക്യത്തിലേക്ക്. അതിനാൽ എന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നു അപ്രകാരം മുതിർന്നവരോടുള്ള പെരുമാറ്റം. പ്രായം ചെന്നവർക്കെല്ലാം വേണ്ടത് സ്നേഹം, വാത്സല്യം, പുഞ്ചിരി, അടുപ്പം ഇവയാണ്. ആഹാരത്തേക്കാൾ വലുതും ഇത് തന്നെയാണ്. ഇളം തലമുറ ഇത് മനസ്സിലാക്കണം. പ്രായം ചെന്നവരെ വൃദ്ധസദനത്തിൽ അയക്കുന്ന സംസ്കാരത്തിൽ നിന്നും കരുതലിൻ്റെ മാനങ്ങളിലേക്ക് മാറണം. പ്രായമായവർ ധാരാളം സംസാരിക്കും,
പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയും. പക്ഷേ അത് കേൾക്കുവാൻ കൂടെ ഇരിക്കുവാനും നാം സമയം കണ്ടെത്തണം. ഫലദായകമായ വാർദ്ധക്യം ഇന്നിൻ്റെ ആവശ്യമാണ്. വാർദ്ധക്യം ഒരിക്കലും ബാധ്യതയല്ല, അനുഗ്രഹമാണ്. ജീവിതപാതയിൽ പതറാതെ മുന്നേറാം. ഫലദായകമായ വാർദ്ധക്യം നമ്മൾക്ക് കാഴ്ചവെക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ഫലദായകമായ വാർദ്ധക്യമാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, വാർദ്ധക്യം ദൈവവേലയിൽ മാതൃകയോടെ, ഓൾഡ് ഏജ് മോഡൽസ് ഇൻ മിഷൻ. 2, വാർദ്ധക്യം ദൈവീക പദ്ധതികളുടെ നിവർത്തീകരണ സമയം, ഓൾഡ് ഏജ് മൊമെന്റ്സ് ഓഫ് ഫുൾഫിൽമെന്റ് ഇൻ ഗോഡ്സ് പ്ലാൻ. 3, വാർദ്ധക്യം ബാധ്യതയല്ല, അനുഗ്രഹമാണ്. ഓൾഡ് ഏജ് ബ്ലെസ്സിങ്, നോട്ട് എ ലയബിലിറ്റി. അതാണ് പരമേശ്വരൻ പിള്ളയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഈ ദക്ഷിണേന്ത്യ സഭാ രൂപീകരണ ദിനത്തിൽ മുതിർന്ന പൗരന്മാരുടെ ഞായറായ ഈ ദിവസം അങ്ങയുടെ പാദപീഠം ഇരിപ്പാൻ, അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ കൃപ നൽകിയല്ലോ. സാക്ഷ്യത്തിലുള്ള ഐക്യത്തെക്കുറിച്ചും മുതിർന്നവരുടെ ഫലസമ്പൂർണതയെക്കുറിച്ചും അങ്ങയുടെ വചനത്തിൽ നിന്നും ഞങ്ങൾ പഠിച്ചുവല്ലോ. യഥാർത്ഥത്തിൽ ഐക്യതയിൽ തികഞ്ഞവരായി ജീവിപ്പാൻ, ഞങ്ങളുടെ പ്രായമുള്ള തലമുറയെ സ്നേഹിപ്പാനും കരുതുവാനും ബഹുമാനിപ്പാനും അവർക്ക് വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുപ്പാനും അവരെ പരിഹരിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇടവകയായിട്ട് ഞങ്ങൾ അങ്ങയുടെ പാദപീഠം വരുന്നു. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി വളരെ പ്രായം ചെന്നിരിക്കുന്നവരെ ഓർക്കുന്നു. ഏകാന്തതയിൽ കഴിയുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ കൃപയിൽ അവരെ പൊതിയണമേ. അങ്ങയുടെ സാന്നിധ്യം അവരനുഭവിപ്പാൻ കൃപ നൽകണമേ. ജീവിതത്തിൽ വേണ്ടതായ അനുഗ്രഹങ്ങളും സന്തോഷവും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ നന്ദിയോടുകൂടെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ നന്ദിയുള്ള ഹൃദയം എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം അവിടുന്ന് എടുത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും മാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മളുടെ വിശ്വാസത്തെ ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പസ്തോല വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് മരിച്ചവരെയും മരിച്ചവരെയും ന്യായവിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഉച്ചരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കട ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടാതെ ദുഷ്ടനിൽ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിനു വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധ ആഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവർത്തികളിൽ നിന്നും നിങ്ങൾ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ചു നടക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്കു വേണ്ടിയുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നേണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവരുടെ പേര് വായിക്കട്ടെ. ബർത്ത്ഡേ ആഘോഷിച്ചവർ, ജന്മദിനം ആഘോഷിച്ചവർ: ജിജു മാത്യു മങ്ങാട്ട് ജ്യോതിവില്ല, അനിൽ ജോർജ് തെങ്ങുവിളയിൽ പുത്തൻ വീട്, അനീന തോമസ് പുതുശ്ശേരി മന്ദിരം, ജെയ്സൺ ജേക്കബ് ചെറിയാൻ പൂവന്തറ മലയിൽ, എലിസബത്ത് റോളിമോൻ ജോസ് പ്ലാന്തറയിൽ, ജെൻസ റൈച്ചൽ ജോസഫ് പ്ലാന്തറയിൽ, ജോർജ് വർഗീസ് ചക്കാലയിൽ, മത്തായി ഇടുക്കുള കൊച്ചുപറമ്പിൽ, ലാലച്ചൻ എം ഫിലിപ്പ് മണലേൽ ന്യൂ ഹൗസ്, അലൻ നൈനാൻ ഉമ്മൻ പുതിയടത്ത്, മറിയാമ്മ ജോൺ ചിറയിൽ പറമ്പിൽ, അനു ജേക്കബ് കുഴിയമ്പുറത്ത്, ജോർജ് പോത്തൻ പെരുമ്പലത്ത് തെക്കേതിൽ, ശാന്തമ്മ ജോർജ് താഴമുട്ടത്ത്, ആൽബിൻ വർഗീസ് ആണ്ടിയത്ത് മലയിൽ, ആൽബിൻ മാത്യു ജോർജ് തേക്കുമൂട്ടിൽ, ലിജോ കുരുവിള ജേക്കബ് പണിക്കരേടത്ത്, അന്നമ്മ ശാമുവേൽ കോട്ടാത്തുറയിൽ, ജീവാൻ നൈനൻ ഓണംപള്ളിയിൽ, സായിൻ വി സുരിൻ കുരിയമ്പ്രത്ത് മലയിൽ, റയൻ റിനോ നൈനാൻ പുതിയേടത്ത്, എലിസബത്ത് ജിബു ഫിലിപ്പ് ചേരുത്തുണ്ടിയിൽ നമ്പർ 4, മേബൻ ആൻഡ് ജോർജ് പാലനിൽക്കും പറമ്പിൽ, സിനു നൈനാൻ അഞ്ഞിലിമൂട്ടിൽ, അഭിഷേക് വർക്കി തോമസ് പടിപ്പുരയ്ക്കൽ, ശോശമ്മ ചെറിയാൻ ചെങ്കൽ പുത്തൻ വീട്, പി സി വർഗീസ് വെട്ടി വടക്കേതിൽ, ലില്ലി ഇടുക്കുള താഴമുട്ടത്ത് നമ്പർ 2, എം ബി മാത്യു മണലേൽ ഹൗസ്, ഫിലിപ്പോസ് മത്തായി മണലേ വീട്ടിൽ, ഡെയ്സി ഷിബു നൈനാൻ തെങ്ങിൽ മലയിൽ, മഞ്ജു മാത്യൂസ് വാഴൂലിൽ ടവർ, ഉമ്മൻ വർഗീസ് പെരുങ്കുഴി പടിയേറ്റേതിൽ, സുശീൽ ജോർജ് ചാണ്ടി കടവിനാൽ തുറയിൽ, ആൻ നൈനാൻ ഓണംപള്ളിയിൽ, റേച്ചൽ ജിനി ജോർജ് പൂമൂട്ടിൽ വട്ടപ്പറമ്പിൽ, ജിബ പി തോമസ് പുതുപ്പള്ളി തെക്കേതിൽ, ഫിലിപ്പ് ജോൺ കോശി തൈവിളയിൽ, ഡിയ സൂസൻ മാത്യു തയ്യിൽ വടക്കേതിൽ, ജിം തോമസ് നൈനാൻ പള്ളിത്താടത്ത് JJ വില്ല, അലൈന ആൻ എബ്രഹാം പൂമൂട്ടിൽ പുത്തൻ വീട്. ജന്മദിനം ആഘോഷിച്ച എല്ലാവർക്കും സഭയുടെ ആശംസകളെ അറിയിക്കുന്നു. നിങ്ങളുടെ പുതുവർഷം ദൈവത്തിൽ അനുഗ്രഹിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഈ ദിവസങ്ങളിൽ വിവാഹവാർഷികം കൊണ്ടാടിയവരുടെ പേര് വായിക്കുന്നു. മിസസ് ആൻഡ് മിസ്റ്റർ മോൻസി ജോർജ് വെട്ടുവടക്കേതിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ഡേവിഡ് ഡാനിയേൽ ആഞ്ഞിലിമൂട്ടിൽ കിഴക്കേതിൽ, മിസസ് ആൻഡ് മിസ്റ്റർ റോണി ജേക്കബ് മാത്യു താഴെമുട്ടത്ത്, മിസസ് ആൻഡ് റവറൻ നെബൂസ്കറിയ പാഴ്സനേജ്, മിസസ് ആൻഡ് മിസ്റ്റർ വിജി വി സി വാഴൂലി വടക്കേതിൽ മലയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ബിനു ഫിലിപ്പ് ചേനത്തറയിൽ, മിസസ് ആൻഡ് മിസ്റ്റർ ജിബിൻ ജോർജ് ജേക്കബ് വലിയ വീട്ടിൽ, മിസസ് ആൻഡ് മിസ്റ്റർ തോമസ് ഫിലിപ്പോസ് ചെങ്കൽ വടക്കേതിൽ. വിവാഹവാർഷികം കൊണ്ടാടി എല്ലാവർക്കും സഭയുടെ അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു, ആശംസകളെ അറിയിക്കുന്നു. അനുഗ്രഹിതമായിട്ടുള്ള കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം തുടർന്നും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും, വിവാഹവാർഷികം കൊണ്ടാടിയവരെയും, അതോടൊപ്പം തന്നെ കർത്താവ് നൽകിയതായിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രത്യേക സ്തോത്രാർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കരുണാസമ്പന്നനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടുത്തു വരട്ടെ. ഈ ദിവസങ്ങളിൽ ജന്മദിനം കൊണ്ടാടി എല്ലാവരെയും, വിവാഹവാർഷികം കൊണ്ടാടിയവരെയും, അതോടൊപ്പം തന്നെ ദൈവം നൽകിയതായിട്ടുള്ള വിവിധ നന്മകൾക്കും ഉപകാരങ്ങൾക്കും സ്തോത്രാർപ്പണത്തോടെ അവിടുത്തെ പാദപീഠത്തിങ്കിൽ മുട്ടുമടക്കിയിരിക്കുന്ന പ്രിയ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ നാളുവരെയും കർത്താവ് കരുണയോടെ കൃപയോടെ അവരെ പരിപാലിച്ചു. അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർത്താവ് ഒട്ടനവധിയായിട്ടുള്ള നന്മകൾ നൽകി. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം അവിടുന്ന് കൊടുത്തതായിട്ടുള്ള കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരുണാസമ്പന്നനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രിയ മക്കളുടെ പുതുവർഷം ദൈവത്തിലേറ്റവും അനുഗ്രഹിതമാക്കി തീർക്കണമേ. ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവ കരങ്ങളിൽ തങ്ങൾ സുരക്ഷിതരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ജീവിതയാത്രയിൽ മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവർക്കും കർത്താവ് ആശ്വാസവും സമാധാനവും നൽകണം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായിട്ടുള്ള ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും എപ്പോഴും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ പരിപൂർണ സമർപ്പണത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു മശിഹാ മൂലം വഴികൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനു വേണ്ടി ഈ സമയത്ത് ജ്ഞാനകീർത്തനങ്ങളിൽ 260 കീർത്തനം ചേർന്ന് പാടാം. ഹിം നമ്പർ 260, കീർത്തനം 260. എല്ലാ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഈ വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകി. സീനിയർ സിറ്റിസൺ സൺഡേ ആയിട്ട് നാം ഇന്ന് കൊണ്ടാടിയപ്പോൾ നമ്മുടെ സമൂഹത്തിലെ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ മുതിർന്നവർക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വാർദ്ധക്യത്തിനും ഫലകരമായിട്ടുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവെ അവരെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത അനുഭവങ്ങൾ തലമുറകളിലേക്ക് പകരപ്പെടുമ്പോൾ നമുക്കും അവരുടെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ജീവിക്കുവാനും നമ്മുടെ മാതാപിതാക്കന്മാരെ, നമ്മുടെ ഇടയിലുള്ള മുതിർന്നവരെയും മാനിക്കുവാനും കരുതുവാനും സ്നേഹിപ്പാനും ദൈവമേ കൃപ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 74 വർഷക്കാലം ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരു ഐക്യസഭയായി സാക്ഷ്യ നിർവഹണം നിറവേറ്റുമ്പോൾ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാളുകളിൽ ദൗത്യത്തിൽ തികവുള്ളവരായി നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. 24 മഹായിടവകൾക്കു വേണ്ടിയും എല്ലാ ബിഷപ്പുമാർക്കു വേണ്ടിയും പട്ടക്കാർക്കു വേണ്ടിയും ശുശ്രൂഷകർക്കു വേണ്ടിയും മിഷണറി പ്രവർത്തനങ്ങൾക്കു വേണ്ടിയും സഭയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കു വേണ്ടിയും ഈ സമൂഹത്തിൽ നാം നിറവേറ്റുന്നതായിട്ടുള്ള എല്ലാ ദൗത്യ നിർവഹണങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടിയും നമുക്ക് ഈ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തെ ഓർക്കാം. നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടിയും കോടുകുളഞ്ഞ പ്രദേശത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. ലോകമെങ്ങും മഹാമാരിയുടെ കെടുതിയിൽ കഷ്ടപ്പെടുമ്പോൾ പരിപൂർണമായിട്ടുള്ള വിടുതൽ ദൈവം കൽപ്പിച്ചു നൽകേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യദായക ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ ഡോക്ടർമാർ, നേഴ്സുമാർ, അതോടൊപ്പം തന്നെ വിവിധ സാമൂഹിക സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഇവരെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള എല്ലാവരെയും, സഭയിലെ ഓരോ കുടുംബങ്ങളെയും, പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വിദൂരത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരെങ്കിലും രോഗത്തിലോ പ്രയാസത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ അവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്വർഗീയമായിട്ടുള്ള സമാധാനത്താൽ ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് സാധ്യതകളെ തുറന്നു നൽകേണ്ടതിനു വേണ്ടി, പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വീകരിപ്പാനും അവസരം ലഭിക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും സമർപ്പിക്കാം. നമ്മളെ തന്നെ വിനയപ്പെടുത്തി സമർപ്പിച്ച് നമുക്ക് ഈ സമയത്ത് ദൈവത്തോട് യാചിക്കാം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയുടെ സ്ഥാപക ദിനമായിട്ട് നാം ഇന്ന് കൊണ്ടാടുമ്പോൾ നമ്മളുടെ സഭാംഗങ്ങളായ ബിഷപ്പുമാർ, പട്ടക്കാർ, മിഷണറിമാർ, ശുശ്രൂഷകർ,
ഈ ഐക്യസഭയ്ക്ക് നൽകിയതായിട്ടുള്ള സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുകയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യാം. ഇന്നും ഈ സഭയുടെ സേവനത്തിൽ ആയിരിക്കുന്ന എല്ലാ പട്ടക്കാരെയും ഓർത്ത്, അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. രണ്ടാമത്തെ ലിത്താനി പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഓരപേക്ഷയ്ക്കും പിന്നാലെ കർത്താവേ കനിയണമേ എന്ന് പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നീതിയിലും സമാധാനത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ലോകവ്യവസ്ഥിതിക്കു വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ. നമ്മുടെ രാഷ്ട്രത്തിനും രാഷ്ട്രപതിക്കും മന്ത്രിമാർക്കും ഗവൺമെന്റിൽ സേവനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. പാടങ്ങളിലും പണിശാലകളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഖനികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കായികമായി അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും കലാകാരന്മാർക്കും കരകൗശല പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷയിലും പ്രത്യേകിച്ച് COVID-19 എന്ന മഹാമാരിയിൽ നിന്നും വിടുതൽ നൽകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നവർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. കഷ്ടത അനുഭവിക്കുന്നവർക്കു വേണ്ടിയും ദരിദ്രർക്കും അനാഥർക്കും മർദ്ദിതർക്കും രോഗികൾക്കും മരണത്തോട് സമീപിച്ചിരിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. ദൈവജനത്തിന്റെ ഐക്യത്തിനു വേണ്ടിയും ലോകത്തിലുള്ളവരുടെ സേവനത്തിനും സഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സ്ത്രീജന സഖ്യം, ആത്മായ സംഘടന, ഗായക സംഘം, വൈദിക സെമിനാരികൾ, സുവിശേഷ സംഘങ്ങൾ, ആശ്രമങ്ങൾ, സിസ്റ്റർഹുഡ് എന്നിവയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. സഭാമേലധ്യക്ഷന്മാർക്കു വേണ്ടിയും മറ്റുള്ള ശുശ്രൂഷകർക്കു വേണ്ടിയും ദക്ഷിണേന്ത്യാ സഭയുടെ മോഡറേറ്റർക്കു വേണ്ടിയും ഉത്തരേന്ത്യാ സഭയുടെ മോഡറേറ്റർക്കു വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയ്ക്കു വേണ്ടിയും തോമസ് കൌമൻ എന്ന ഞങ്ങളുടെ ബിഷപ്പിനു വേണ്ടിയും അവരവിടെ വിവിധ ശുശ്രൂഷകൾ വിശ്വസ്തരായിരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. അന്ധകാരത്തിൽ ഞങ്ങൾ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ നന്മയും ശക്തിയും ഘോഷിക്കുന്നതിനായി ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. ഈ ലോകത്തിൽ വിശ്വസ്തയോട് ദൈവത്തെ സേവിച്ചു മരിച്ചവരോടുകൂടെ നിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ നിത്യാനന്ദം അനുഭവിക്കുന്നവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ. സകല ജ്ഞാനത്തിന്റെ മറവിയാകത ദൈവം ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അന്ധത മൂലം പല കാര്യങ്ങൾ നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അയോഗ്യത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകൾ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി ആത്മാർത്ഥമായ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യനായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആത്മകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലനത്തിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിനുള്ള സ്നേഹത്തിനു വേണ്ടിയും കൃപാവരങ്ങൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളായ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അവർ ഞങ്ങളുടെ അവരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കർമ്മങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരാ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനും അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ അരുളേണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സീനിയർ സിറ്റിസൺ സൺഡേ ആയും CSI ഡേ ആയും നാം ഇന്ന് ആഘോഷിച്ചുവല്ലോ. ഈ ദിവ്യശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും സഭയുടെ പേരിൽ അറിയിക്കുന്നു. നമ്മുടെ സഭയിലെ എല്ലാ മുതിർന്നവർക്കും ആശംസകളെ നേരുന്നു. നിങ്ങളുടെ ഫലകരവും ധന്യകരമായിട്ടുള്ള ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരെ കരുതുവാൻ സ്നേഹിപ്പാനുള്ള ഉത്തരവാദിത്വം ഈ നാടുകളിൽ നിറവേറ്റുവാൻ തക്കവണ്ണം തലമുറകൾക്ക് ദൈവം കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ആരാധന മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിച്ചവർ, സ്ട്രീമിങ്ങിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തവർ, പ്രത്യേക ഗായസംഘാംഗങ്ങൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, ഇവരോടുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് സഭയുടെ പേരിൽ അറിയിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4:30 യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ടെലിപ്രയർ മീറ്റിംഗ് നടത്തപ്പെടുന്നതാണ്. താല്പര്യമുള്ള എല്ലാ സഭാംഗങ്ങളും ടെലിഫോണിലൂടെയുള്ള ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ചൊവ്വാഴ്ചയും പതിവ് പോലെ ടെലിഫോൺ പ്രാർത്ഥനാ യോഗം വൈകുന്നേരം 6:30 നടത്തപ്പെടുന്നതായിരിക്കും. ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ചെയിൻ പ്രയർ നടത്തപ്പെടും. ഈ ദിവസങ്ങളിൽ ചെയിൻ പ്രയറിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള കൃതജ്ഞത സഭയുടെ പേരിൽ അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച യുവജന ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുകയാണല്ലോ. നമ്മുടെ യുവതി യുവാക്കന്മാർ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സാൽവോസ് 2020 അതിജീവനം എന്ന അർത്ഥം വരുന്ന പദമാണ് സാൽവോസ്. ഈ COVID-19 മഹാമാരിയുടെ സാഹചര്യത്തിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കലാമേളയാണ്. കൊടുകുളഞ്ഞി ക്രൈസ്റ്റ് ചർച്ച് ഇടവകയിലെ 35 വയസ്സിന് താഴെയുള്ള ആർക്കും ഈ കലാമേളയിൽ സംബന്ധിക്കാം. 4 വിഭാഗങ്ങളിലായിട്ടായിരിക്കും 35 വയസ്സിന് താഴെയുള്ള ആളുകളെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചായിരിക്കും മത്സരം ക്രമീകരിക്കുന്നത്. 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് കാഷ് പ്രൈസ് നൽകുന്നതായിരിക്കും.
കലാസൃഷ്ടി സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി ഒക്ടോബർ മാസം 10 ശനിയാഴ്ച വൈകുന്നേരം 5 മണി ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില ഐറ്റത്തിന് തീം, ഒരു വിഷയം നമുക്ക് പ്രത്യേകമായിട്ട് നൽകുമ്പോൾ അതനുസരിച്ചായിരിക്കും ഈ കലാമേളയിൽ സംബന്ധിക്കേണ്ടുന്നത്. ഈ തീം എന്തെന്ന് ഒക്ടോബർ മാസം 4 അടുത്ത ഞായറാഴ്ച നിങ്ങളെ അറിയിക്കുന്നതാണ്. വാട്സപ്പിലൂടെ ഇമെയിലൂടെ വിശദമായിട്ടുള്ള വിവരം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. എല്ലാ സഭാംഗങ്ങളും ഈ കലാമേളയിൽ താല്പര്യത്തോടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പങ്കെടുപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സെമിത്തേരി ക്ലീനിങ്ങിനെ കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ അറിയിച്ചിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഒക്ടോബർ മാസം 2 രാവിലെ 8:30 മുതൽ നമ്മുടെ സെമിത്തേരി മനോഹരമാക്കി തീർക്കുവാൻ തക്കവണ്ണം യുവജന പ്രസ്ഥാനത്തിൻ്റെയും ചർച്ച് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ക്രമീകരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വരുന്നവർ പണിയായുധങ്ങൾ കൊണ്ടുവരണം. ഓരോ കുടുംബവും അവരവരുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയുടെ ചുറ്റും നന്നാക്കുന്നുവെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഈ സെമിത്തേരി ക്ലീനിങ് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. ആർക്കെങ്കിലും ഒക്ടോബർ മാസം 2 വന്ന് ക്ലീനിങ്ങിന് സഹായിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ചെറിയൊരു സഹായം നൽകുന്നുവെങ്കിൽ നമുക്ക് ആളുകളെ നിർത്തി കല്ലറയ്ക്ക് ചുറ്റും ഭംഗിയാക്കി തീർക്കുവാൻ സാധിക്കും. എവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. CSI മധ്യകേരള മഹായിടവക മുൻ സുവിശേഷക വിമൻസ് വർക്കറായിരുന്ന സിസ്റ്റർ VT ഏലിക്കുട്ടി 83 വയസ്സ്, സെപ്റ്റംബർ മാസം 23 നിര്യാതയായി. തലവടി സെൻറ് തോമസ് CSI ഇടവകാംഗമാണ്. ഏകദേശം 8 വർഷത്തോളം കോടുകുളഞ്ഞിയിൽ താമസിച്ച് വിമൻസ് വർക്കറായി നമ്മുടെ സഭയെ സേവിച്ച വ്യക്തിയാണല്ലോ. സിസ്റ്ററിൻ്റെ കൊച്ചുമ്മയുടെ ദേഹവിയോഗത്തിൽ സഭയുടെ അനുശോചനം അറിയിക്കുന്നു. ദുഃഖാർത്ഥരായിട്ടുള്ള കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CSI മധ്യകേരള മഹായിടവക പീറ്റർ കേറ്റർ സ്ക്രിപ്ചർ നോളജ് എക്സാമിനേഷൻ 2020 കേരള റീജിയണിൽ നമ്മളുടെ സഭയിൽ നിന്നും 2 പേർക്ക് ഫസ്റ്റ് പ്രൈസ് ആൻഡ് സെക്കൻഡ് പ്രൈസ് ലഭിക്കുകയുണ്ടായി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നതായിട്ടുള്ള കലാമേളയാണല്ലോ, എക്സാമിനേഷൻ പരീക്ഷയാണല്ലോ പീറ്റർ കേറ്റർ സ്ക്രിപ്ചർ നോളജ് എക്സാമിനേഷൻ. ഹയർ ഗ്രേഡ് ക്ലാസ് 11 മിസ് സ്നീത മെറിൻ ജേക്കബ് 1ാം സ്ഥാനവും മിസ് എമി ആൻഡ് നൈന 2ാം സ്ഥാനവും നേടുകയുണ്ടായി. സ്നീതയെയും എമിയെയും സഭയുടെ അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഉന്നതമായിട്ടുള്ള നേട്ടം കൈവരിച്ചതിൽ തീർച്ചയായിട്ടും സഭയ്ക്ക്, സൺഡേ സ്കൂളിന് അഭിമാനമുണ്ട്. ദൈവം ഈ കുഞ്ഞുങ്ങളെ തുടർന്നും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒക്ടോബർ മാസം 4 അടുത്ത ഞായറാഴ്ച മുതൽ COVID-19 മാനദണ്ഡം പാലിച്ചുകൊണ്ട് പൊതു ആരാധനയ്ക്കായിട്ട് ദേവാലയം തുറക്കുകയാണ്. സാമൂഹിക അകലം നമുക്ക് പാലിക്കണം. കൂട്ടം കൂടുവാൻ പാടില്ല. ആരാധനയ്ക്ക് മുൻപും ആരാധനയ്ക്ക് ശേഷവും 10 വയസ്സിന് താഴെയുള്ളവരും 65 വയസ്സിന് മുകളിലുള്ളവരും ആരാധനയിൽ സംബന്ധിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. രോഗികളായിട്ടുള്ളവർ, ക്വാറന്റൈനിൽ കഴിയുന്നവർ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും നിരീക്ഷണത്തിൽ കഴിയുന്നവർ ഈ പൊതു ആരാധനയ്ക്ക് കടന്നു വരുവാൻ പാടുള്ളതല്ല. വരുന്നവരുടെ ടെമ്പറേച്ചർ പരിശോധിക്കും. സാനിറ്റൈസിങ് ചെയ്തതിന് ശേഷം ദേവാലയത്തിനുള്ളിൽ വന്ന് ആരാധനയിൽ സംബന്ധിക്കാവുന്നതാണ്. ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന എണ്ണം മാത്രമേ ആരാധനയിൽ
നമുക്ക് അനുവദിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ളവർ മാത്രം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ആഴ്ചയിലും ചെയ്യുന്നത് പോലെ സ്ട്രീമിംഗ്, അത് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് അടുത്ത ഞായറാഴ്ച മുതൽ ക്രമീകരിക്കുന്നതാണ്. മാറ്റിൻ സർവീസ് ആയിരിക്കും അടുത്ത ആഴ്ചയിൽ. താല്പര്യമുള്ളവർ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇടവകയുടെ മാഗസിൻ വോയിസ് സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് ആ വിവരം അറിയിക്കണം. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളും ഈ ദിവസങ്ങളിൽ ക്രമീകരിക്കത്തക്കവണ്ണം ഓരോ സംഘടനയുടെയും കമ്മിറ്റി കൂടി തീരുമാനിക്കുകയുണ്ടായി. വിമൻസ് ഫെലോഷിപ്പ് ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ആതുര സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ഏറ്റവും ആവശ്യമാണ്. വിമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണല്ലോ നമ്മളുടെ വഞ്ചിക കളക്ഷൻ എന്നുള്ളത്. ധാരാളം ആളുകൾ വഞ്ചിക തിരിച്ച് നൽകുവാനായിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കബറുകളിൽ ആ തുക ഈ ദിവസങ്ങളിൽ സമർപ്പിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഭയുടേതായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങളിൽ സഭാംഗങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. കൃതജ്ഞത അറിയിക്കട്ടെ. ബർത്ത്ഡേ വെഡിങ് കവറുകൾ, ദശാംശത്തിൻ്റെ കവറുകൾ, ഓഫർ-ട്രീ, അതോടൊപ്പം തന്നെ സ്തോത്രാർപ്പണം, ഇതൊക്കെയും ഈ ദിവസങ്ങളിൽ നൽകുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണത്തെ ഒരു പ്രാവശ്യം കൂടെ അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. ഇത് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള സ്നേഹവും നന്ദിയും ആശംസകളും അറിയിക്കുന്നു. സർവകൃപാലുവായിട്ടുള്ള ദൈവം ഈ മഹാമാരിയുടെ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ വിടുവിക്കട്ടെ. കർത്താവ് കൃപയിലും കാവലിലും നമ്മളെ കാത്ത് സൂക്ഷിക്കട്ടെ. ഇന്നേ ദിവസം സീനിയർ സിറ്റിസൺ സൺഡേ ആയിട്ട് നാം കൊണ്ടാടി. CSI സ്ഥാപക ദിനമായിട്ടും നാം ഇന്ന് ആചരിക്കുമ്പോൾ നമ്മുടെ സഭയെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ ദിനം തന്നെയാണ്. ദൈവത്തിന് നമുക്ക് ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കാം. കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന, ഞങ്ങളെ യഥാർത്ഥമായി അറിയുന്ന, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മാസത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ ദിവസം അങ്ങേ സത്യത്തിലോ ആത്മാവിലോ ആരാധിപ്പാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലിരുന്ന് അങ്ങേ ആരാധിപ്പാൻ കൃപ നൽകിയല്ലോ. കർത്താവേ, അവിടുത്തെ കൃപ സകല കാര്യങ്ങളിലും ഉണ്ടായിരിക്കണമേ. പ്രത്യേകമായി അടുത്ത ഞായറാഴ്ച മുതൽ പള്ളിയിൽ ആരാധന ആരംഭിക്കുകയാകുന്നുവല്ലോ. കർത്താവേ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഉള്ള ആളുകൾക്ക് കടന്നു വന്ന് ആരാധിപ്പാൻ നൽകുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇടവകയിലെ സുഖമില്ലാതിരിക്കുന്നവർക്കായി, പ്രായം ചെന്നവർക്കായി, പല രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്കായി, ഏകാന്തതയിലിരിക്കുന്നവരായി ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദക്ഷിണേന്ത്യ സഭയെ അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു. ഐക്യതയിൽ തികഞ്ഞവരായി ഇരിപ്പാൻ കൃപ നൽകണമേ. കർത്താവെ, ഐക്യതയോടുകൂടെ നിന്ന് നല്ല സാക്ഷ്യം ഉൾക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. പലരെ അങ്ങേക്ക് വേണ്ടി നേടുവാൻ കൃപ നൽകണമേ. മാനവും മഹത്വവും അവിടുന്ന് എടുത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.
ഇന്നേ ദിവസം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ വളരെ ഭയഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ പങ്കെടുത്ത ഏവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. അടുത്ത ഞായറാഴ്ച മുതൽ ദൈവം അനുവദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഉള്ള ആളുകൾക്ക് പള്ളിയിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഈ ദിനം നമ്മുടെ ദക്ഷിണേന്ത്യ സഭയുടെ രൂപീകരണ ദിനമാണ്. അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സൺഡേ ആണ്. നമ്മുടെ ഇടവകയിലും സമൂഹത്തിലുമുള്ള പ്രായമുള്ളവരെ ആദരിക്കുന്ന ദിനം കൂടെ ആണ്. പ്രായമുള്ള ഏവർക്കും ഉള്ള അഭിവാദനങ്ങൾ നേർന്നുകൊള്ളുന്നു. ദൈവം ഏവരെയും അതാതിടങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടെ പോകാം. കർത്താവിനാമത്തിൽ തന്നെ